ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA ആരാണ്? EMS എന്നോ സി അച്യുതമേനോൻ എന്നോ നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു അധ്യായം തിരയുകയാണെങ്കിൽ അത് ചെന്നെത്തുക കൊടുങ്ങല്ലൂരിലാണ്. ഒളിവിൽ കഴിയുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, പോലീസിനെ വെട്ടിച്ച് ജനങ്ങൾ ജയിപ്പിച്ച ഒരു ജനനേതാവ്. സ്വതന്ത്ര ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമല്ല, കൊടുങ്ങല്ലൂരിന്റെ വിപ്ലവ നക്ഷത്രം സഖാവ് ഗോപാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLAയുടെ ആവേശകരമായ രാഷ്ട്രീയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 11ാം വയസ്സിൽ ഖദർ ധരിച്ച് കള്ളുഷാപ്പ് പിക്കറ്റിംഗിലൂടെയാണ് ഗോപാലകൃഷ്ണ മേനോൻ രാഷ്ട്രീയം തുടങ്ങുന്നത്. ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം ചുവപ്പ് പതാകയേന്തി. 1945 കൊച്ചി രാജ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിൽ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി, തൃശൂരിൽ സി അച്യുതമേനോനെയും. അന്ന് 10ാം ക്ലാസ് പാസ്സായവർക്കും ഭൂനികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടിക്ക് പണമില്ല, പകരം ആവേശം ഉണ്ടായിരുന്നു. സഖാക്കൾ തന്നെ ചില്ലറ പൈസ പിരിച്ച് ചുണ്ണാമ്പും ടാറും വാങ്ങി ചുമരുകളിൽ എഴുതി പ്രചാരണം നടത്തി. ആ തിരഞ്ഞെടുപ്പിൽ കൗതുകകരമായ ഒരു സംഭവം ഉണ്ടായി. ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ നിറമുള്ള പെട്ടികളായിരുന്നു. ഗോപാലകൃഷ്ണ മേനോൻ ആഗ്രഹിച്ചത് ചുവപ്പ് പെട്ടിയായിരുന്നു. എന്നാൽ നറുക്കെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത് കറുത്ത പെട്ടിയും. ദുഃഖസൂചകമായി കരുതുന്ന കറുപ്പ് നിറം സഖാക്കളെ നിരാശരാക്കി. പക്ഷെ തമിഴ്നാട്ടിലെ വിപ്ലവ നേതാവ് P. ജീവാനന്ദം ആ നിരാശയെ ആവേശമാക്കി മാറ്റി. കണ്ണിൻ കൃഷ്ണമണിയെ പോലെ, അഞ്ജനക്കണ്ണനെ പോലെ ഈ കറുത്ത പെട്ടിയെ കാത്തുരക്ഷിക്കൂ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കൊടുങ്ങല്ലൂരിനെ ഇളക്കിമറിച്ചു. എങ്കിലും പണക്കൊഴുപ്പിന് മുന്നിൽ അന്ന് അദ്ദേഹം നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പിന്നീട് 1949 കൊടുങ്ങല്ലൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലമായിരുന്നു അത്. സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണ മേനോന്റെ പേരിൽ അറസ്റ്റ് വാറന്റും ഉണ്ട്. അദ്ദേഹം ഒളിവിലിരുന്നാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കർഷക തൊഴിലാളികളുടെ വീടുകളിൽ മാറി മാറി താമസിച്ച് രാത്രികാലങ്ങളിൽ അദ്ദേഹം രഹസ്യയോഗങ്ങളും നടത്തി. സ്ഥാനാർത്ഥി മരിച്ചുപോയി, വോട്ട് ചെയ്താൽ പോലീസ് തല്ലും എന്നൊക്കെ എതിരാളികൾ പ്രചരിപ്പിച്ചു. പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. 50% വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു. ഇന്ത്യയിൽ തന്നെ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ ജയിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് MLA എന്ന ബഹുമതി ഗോപാലകൃഷ്ണ മേനോൻ സ്വന്തമാക്കി. വിജയത്തിന് ശേഷവും അദ്ദേഹത്തിന് നിയമസഭയിൽ പോവാനായില്ല. 1950 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു വർഷത്തോളം വിയൂർ ജയിലിൽ കിടന്നു. ഒടുവിൽ 1951 ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തിറങ്ങിയ അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തി. തന്നെ ഒരു ഭീകരനായി കണ്ട സഹപ്രവർത്തകർക്ക് മുന്നിൽ ശാന്തനും വിനയാന്വിതനുമായ ഒരു ജനപ്രതിനിധിയായി അദ്ദേഹം മാറി. 1970 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്തും അദ്ദേഹം കൊടുങ്ങല്ലൂരിനെ പ്രതിനിധീകരിച്ചു. 1996 സെപ്റ്റംബർ 8 ആ വിപ്ലവ സൂര്യൻ അസ്തമിച്ചെങ്കിലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ മേനോൻ എന്ന പേര് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു.